ഈ 3 വനിതാ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും ഒപ്പം ദിയയ്ക്കുമെതിരെ പരാതി കൊടുത്തത്. അതിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പണം ഞങ്ങളത് വാങ്ങിച്ചു, ബലപ്രയോഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും സിനിമാ നടനും അതിലുപരി മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്താനം ദിയ കൃഷ്ണ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഈ കൊച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ 4 പെൺപിള്ളേരാണ്. അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാറുള്ളത്, എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വരാറുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം OBOC നമ്മുടെ ദിയക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വന്തം ആ ഒരു സ്ഥാപനം, ഇന്ത്യ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ടോപ്പ് സ്ഥാപനം, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു കോൺട്രവേഴ്സി വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ആരെങ്കിലും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ വീട്ടിൽ പോലീസ് എത്തുമെന്ന് അറിയാൻ പറ്റില്ല, തുടക്കത്തിൽ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കൊക്കെ തരണേ. അത് അവിടെ നിൽക്കട്ടെ, ഇനിയും അത് നിങ്ങൾ ചെയ്യുമല്ലോ. ഇനി നമുക്ക് കാര്യം സംസാരിക്കാം. അതായത് ദിയ കൃഷ്ണ OBOC ഈ ഒരു സ്ഥാപനത്തിനെതിരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടുന്ന് പ്രൊഡക്ട്സ് മേടിച്ച ആളുകളൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ പ്രൊഡക്റ്റ് കൊള്ളില്ല, അവിടുന്ന് മേടിച്ച സാധനം ഞങ്ങൾക്ക് ഡാമേജ് ആയിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നപ്പോൾ ദിയ കൃഷ്ണ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പോലീസ് മാമന്മാരെ തോക്കും കൊണ്ട് വിട്ട്, മിണ്ടരുത് നീയൊക്കെ, പൊക്കോണം നീയൊക്കെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാണേ. ഇങ്ങനത്തെ പരിപാടിയാണ് നടക്കുന്നത്. കാരണം കൃഷ്ണകുമാർ അദ്ദേഹം വലിയൊരു ആളാണല്ലോ. അപ്പൊ പിന്നെ മോക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണാക്കി തോക്ക് വെച്ച് മറ്റേ മിണ്ടായിരിക്കണോ നീയൊക്കെ, ഈ സെറ്റപ്പ് ആയിരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ കാര്യം, പോട്ടെ. ഇനി ഞാൻ അതൊന്നും കുത്തിപ്പൊക്കുന്നില്ലടേ, പോട്ടെ. പക്ഷെ ഇപ്പൊ എന്താണെങ്കിലും ദിയ കൃഷ്ണയുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള OBOCയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആരെയൊക്കെയോ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന ആളുകളുടെ ഭാഗത്ത് എന്തോരം ശരിയുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു കഥയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ദിയയുടെ നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ സൈഡിലാണോ ശരി എന്നുള്ളൊരു സംശയം, ജസ്റ്റ് ഒരു സംശയം തോന്നിയെന്നേ ഉള്ളൂ. പക്ഷേ രണ്ടും നല്ല ടീമുകളായതുകൊണ്ടും സാധാരണക്കാരൻ്റെ അണ്ണാക്കിൽ ബോംബ് വെച്ച് പൊട്ടിക്കാനുള്ള ഗട്ട്സ് ഉള്ളത് കൊണ്ടും എന്തും കാണിക്കും, എന്ത് തെളിവും നശിപ്പിക്കും. അങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം, വളരെ കുറച്ചേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊന്ന് കേട്ടു തുടങ്ങിക്കോ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ കേസ്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയതിന് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ജീവനക്കാരികൾക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഓക്കെ, അതായത് QR കോഡിന് എന്തോ പ്രശ്നം, പൈസ തട്ടിച്ചു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അതായത് ചില കടകളിലൊക്കെ QR കോഡ് മാറ്റിയിട്ട് സ്വന്തമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് അവൻ്റെ അക്കൗണ്ടിൻ്റെ QR അവിടെ സെറ്റ് ചെയ്ത് വെക്കും. അതാകുമ്പോൾ പൈസ ആ കടക്കാർക്ക് കിട്ടത്തില്ല. പൈസ മൊത്തം ഇത് ആരുടെയാണോ ഓണർഷിപ്പിൽ, അതായത് ഈ QR കോഡ് ആരുടെ പേരിലാണോ അക്കൗണ്ട് ആരുടെയാണോ അയാളുടെ അതിനകത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ എന്തോ തട്ടിപ്പ് നമ്മുടെ ദിയക്കുട്ടിയുടെ ആ ഒരു സ്റ്റോറിലും OBOCയിലും നടത്തി. അതിന്റെ പേരിൽ ഇവരെന്തോ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കെതിരെ നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തട്ടിക്കൊണ്ടുപോയി, അവരെ എന്തോ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്. ഇതെന്തോ ഒരു ഉടായ്പ് മണക്കുന്നില്ലേ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ? എന്തോ നമുക്ക് അങ്ങോട്ട് ഇത് പ്യുവറായിട്ട് അങ്ങോട്ട് ജെനുവിൻ ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്താണെങ്കിലും ബാക്കി നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് സംസാരിക്കാം. അതൊരു കൗണ്ടർ കേസ് തന്നെയാണ് അനൂപ്. നമ്മൾ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഈ കവടിയാറിൽ OBOC എന്നുള്ള പേരിൽ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പേരിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ ജീവനക്കാർ ഈ QR കോഡ്, ആ സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്ന രീതിയിലേക്ക് അത് തിരിമറി നടത്തുകയായിരുന്നു. അത് ഓഡിറ്റിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 69 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ഇതുവരെ കൃഷ്ണകുമാർ വിളിച്ചു വരുത്തുന്നു, ആ ചർച്ച നടത്തുന്നു. അവർ ആ തെറ്റ് സമ്മതിച്ചു എന്നാണ് കൃഷ്ണകുമാർ നമ്മോട് പറഞ്ഞത്. ഓക്കെ, ബാക്കി ഞാൻ കേൾപ്പിക്കാവേ. കൃഷ്ണകുമാർ അവിടെ ജോലി ചെയ്യുന്നവരെ വിളിച്ച് വരുത്തിയപ്പോഴത്തേക്ക് അവര് തട്ടിപ്പ് നടത്തി എന്ന് അവർ സമ്മതിച്ചു എന്നൊക്കെ പറയുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 69 ലക്ഷം രൂപയുടെ കച്ചവടവും അല്ല, നടന്നോട്ടെ. 69 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സംശയം, ഈ 69 ലക്ഷം രൂപ പോയി കഴിഞ്ഞിട്ടാണോ കൃഷ്ണകുമാറും മകളും ഒക്കെ അറിയുന്നത്? ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഓക്കെ, പോട്ടെ, ഒരു 10-20,000 രൂപയൊക്കെ ആണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇത്
ഇത്രയും ലക്ഷം, ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കച്ചവടം നടന്നിട്ട് അത്രയും പൈസ കയറി വരാതിരിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. ഇത് 69 ലക്ഷം രൂപയൊക്കെ പോയിട്ടാണോ കൃഷ്ണകുമാർ അദ്ദേഹം താങ്കളും താങ്കളുടെ മകളും ഒക്കെ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ? ചെറിയൊരു എമൗണ്ടിൽ ഒരു വെരിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് വരുമ്പോൾ തന്നെ ആളുകളൊക്കെ ശ്രദ്ധിക്കൂലേ? ഇത് എന്താണ് എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നു. ഇവർ ഈ പറഞ്ഞിരിക്കുന്ന 69 ലക്ഷം രൂപയൊക്കെ ഉള്ളതാണോ, അതോ ഇനി ആ പാവങ്ങളുടെ അണ്ണാക്കിലിട്ടും കൊടുക്കുന്നതാണോ? പറയാൻ പറ്റില്ല. വലിയ തമ്പ്രാക്കന്മാരല്ലേ, വേണമെങ്കിലും കൊടുക്കാലോ. അല്ല, അങ്ങനെയൊക്കെ ഇവിടെ നമ്മൾ കണ്ടതാണേ. പിന്നെ അതിനെപ്പറ്റി ഒന്നും മിണ്ടത്തില്ല. മിണ്ടിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കഥ. ഇതിൽ എന്തോ ഒരു ഉടായ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നു. 5-10 ലക്ഷം രൂപയാണെങ്കിലും പോട്ടെ, 69 ലക്ഷം രൂപ അത്രയും തട്ടിച്ചെന്നോ? എന്തുകൊണ്ട് അവർ അത്ര എമൗണ്ട് വരെ ഇവർ നോക്കി നിന്നു? അതിന് മുമ്പൊന്നും ഇവരെന്താ അറിയാഞ്ഞത്? ഒന്നുമില്ലെങ്കിൽ ദിയയുടെ സ്വന്തം സ്ഥാപനം, ദിയയ്ക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ല. പിന്നെ നമ്മളെ പോലൊക്കെ തന്നെ ഈ യൂട്യൂബാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അതും എനിക്ക് തോന്നുന്നു വീക്കിലി. ഇപ്പൊ പിന്നെ ദിയ കുറച്ചുകൂടെ ക്യാരിങ് ഒക്കെയാണ്. അപ്പൊ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിന്റെ പുറകെ പോകുന്നില്ല. 2 ദിവസം കൂടുമ്പോഴായിരുന്നു അല്ലെങ്കിലും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. ഞാൻ സ്ഥിരം ഇവരുടെ സബ്സ്ക്രൈബർ ഒന്നും അല്ല. പക്ഷെ അങ്ങനെ ഡെയിലി ഒന്നും ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. അപ്പൊ ബാക്കിയുള്ള ടൈമിൽ ഇവര് കച്ചവടം നോക്കത്തില്ലേ? അപ്പൊ എന്താണെങ്കിലും ഒരു എമൗണ്ട് ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കൂലേ? ഇത്ര എമൗണ്ട് പോകുന്നവർ ആരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവോ? നിങ്ങൾ ബാക്കിയൊന്ന് കേട്ടെ. പക്ഷേ തെറ്റ് സംഭവിച്ചപ്പോൾ ഇത് കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ പണം നൽകണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ 8 ലക്ഷം രൂപ കൈമാറി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ബാക്കി പണം പിന്നാലെ തരാം, പക്ഷേ നിങ്ങൾ കേസ് കൊടുക്കരുതെന്ന് ഈ 3 വനിതാ ജീവനക്കാരികളും ഒപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളും പറഞ്ഞുവെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പക്ഷേ തിരികെ പോയ അവർ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ കൃഷ്ണകുമാറും മകളും മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നു. ആ പരാതിയിൽ ഈ ഒരു QR കോഡ് തട്ടിപ്പിൽ ഈ 3 വനിതാ ജീവനക്കാരികൾക്കെതിരെ കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 3 വനിതാ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും ഒപ്പം ദിയയ്ക്കുമെതിരെ പരാതി കൊടുത്തത്. അതിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പണം ഞങ്ങളത് വാങ്ങിച്ചു, ബലപ്രയോഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കൃഷ്ണകുമാർ പറയുന്നത് ഞങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാൻ തയ്യാറാണ്, ഇത് കൃത്യമാണ്, അവർ പണം കൈമാറുന്നതിന്റെ അടക്കം എവിഡൻസ് തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്, അത് ഞങ്ങളുടെ അടുത്ത് വന്ന് കേസ് കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെയൊക്കെ എല്ലാ തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് കൃഷ്ണകുമാർ. ഓക്കെ, അങ്ങനെ തെളിവുകളൊക്കെ കൃഷ്ണകുമാർ ജിയുടെയിൽ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അത് പുറത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുറത്ത് കൊടുക്കുക ഇൻ ദ സെൻസ് പോലീസിന് കൊടുക്കുക, അത് കൈമാറണം നിങ്ങൾ. പിന്നെ ഇവരിപ്പം തെളിവുകളൊന്നും കൊടുത്തില്ലെങ്കിലും പോലീസുകാർ ഇവർക്കെതിരെ ഒന്നും ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും ചെയ്യത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അവർ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ലടേ. അങ്ങനെ തട്ടിക്കൊണ്ടു പോവുമോ ഇവരൊന്നാമത് കുറേ ആളുകൾ അറിയാവുന്ന ഒരു ടീമുകൾ. അപ്പം അങ്ങനെ തട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കേസുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവർ ചോദിച്ചു, കൃഷ്ണകുമാറൊക്കെ ഇത് കണ്ടുപിടിച്ച് കൃഷ്ണകുമാറൊക്കെ ചോദിച്ച ഉടനെ അവർ 8 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇത്രയും പണമൊക്കെ എവിടുന്ന പെട്ടെന്ന്? പിന്നെ ഇനി അവർ അടിച്ചു മാറ്റിയ പണത്തിൽ നിന്ന് അവർക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇപ്പോഴും എൻ്റെ ചോദ്യം ഇതാണോ, ഈ 69 ലക്ഷം രൂപയൊക്കെ ഇവർ അടിച്ചു മാറ്റുന്നോളം വരെ കൃഷ്ണകുമാറും മകളും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നു? ഇവരെന്തുകൊണ്ട് ഇത് നേരത്തെ അറിഞ്ഞില്ല? എങ്ങനെയാണെങ്കിലും നേരത്തെ അറിയും ഇല്ലേ? നിങ്ങൾ പറ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതിരിക്കുവോ? പോട്ടെ, 10 പൈസ ഒരു എന്തോ അഭിക്ഷുക്തി പറഞ്ഞതാണ്, ഇത്രയൊന്നും അല്ല. ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? നമ്മുടെ കടയിൽ കച്ചവടം നടക്കുന്നുണ്ട്, പക്ഷെ അത്രയും പൈസ കയറുന്നില്ല എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? ഇത് ഈ 69 ലക്ഷത്തിന്റെ കണക്കൊക്കെ ആ പാവങ്ങളുടെ നെഞ്ചത്ത്, പാവങ്ങളെന്നൊന്നും പറയുന്നില്ല, ഉടായ്പാണെങ്കിൽ ഓക്കെ പിടിച്ചാകത്ത് തരണം. പക്ഷെ അങ്ങനെയൊക്കെ ഒരു എമൗണ്ട്, ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയാണോ? അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. പോലീസുകാർക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് കാണും. ഞാൻ ഈ കേസിൽ നിങ്ങൾ മറ്റേ അന്വേഷിച്ചേ പറ്റൂ, നിങ്ങളെ ഒരുപാട് കുറ്റം പറയത്തില്ല. കാരണം എന്ത് ചെയ്യാനാ, വെളിയിൽ നിന്ന് പ്രഷർ വരുമ്പം അവർക്ക് നിന്നേ പറ്റുള്ളൂ. മോളുടെ പേരിലൊക്കെ എന്തെങ്കിലും വരുമ്പോൾ തന്നെ ആശ മറ്റേ കൊടുവാളും കൊണ്ടിറങ്ങുന്ന ടീമൊക്കെയാണ്, മനസ്സിലായില്ലേ? വീട്ടിലെത്തും ചിലപ്പം മാവന്മാർ, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ QR ഒക്കെ ഉടായ്പ. പക്ഷേ എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത്, ഈ കൃഷ്ണകുമാറൊക്കെ ഇത്രയും വലിയ ടീമാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമോ? പിന്നെ ഇന്നത്തെ കാലമാണ്, എന്തും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ ചെയ്തതായിരിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണി കിട്ടണം, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ആ പാവങ്ങൾ രക്ഷപ്പെടണമെന്നൊരാഗ്രഹമുണ്ട്. അത് രക്ഷപ്പെടുമോ നമുക്ക് കണ്ടറിയാം, അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും. കാരണം ഇപ്പറേ നിൽക്കുന്നത് ജഡജില്ലാടി ടീമുകളാണല്ലോ, അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇപ്പം ഈ ഒരു വിഷയം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്കത് കണ്ടപ്പോൾ എന്തൊക്കെയോ കുറച്ചുകൂടെ ഉടായ്പകൾ മണത്തു.
അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക.